ഇന്ന് ഞാനുള്ളത് തേക്കടിയിലെ പെരിയാർ ടൈഗർ റിസർവിനുള്ളിലാണ്. അവിടെ ഒരു നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു ട്രക്കിങ്ങിന് വേണ്ടി പോവുകയാണ്. അധികം മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി അല്ല പോകുന്നത്. ഇതൊരു നേച്ചർ വാക്കാണ്, എന്ന് വെച്ചാൽ പ്രകൃതിയെ അറിഞ്ഞ് നടക്കാനുള്ളൊരു പ്രോഗ്രാം. അപ്പോൾ ഇതിൽ കൂടാതെ വേറെയും കുറേ പ്രോഗ്രാമുകൾ ഇവിടെ ഉണ്ട്. അതിൻ്റെയൊക്കെ ലിസ്റ്റും എമൗണ്ടും ഒക്കെയാണ് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് പെരിയാർ ടൈഗർ റിസർവിൻ്റെ സൈറ്റിൽ കയറി നോക്കിയാൽ എന്തൊക്കെ പ്രോഗ്രാമാണെന്നൊക്കെ ഉള്ള അറിയാം. അപ്പോൾ ബസ് കയറി നമ്മൾ ഈ ട്രക്കിംഗ് പോയിൻ്റ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലേക്ക് വരികയാണ്. ഈ കാണുന്ന ബോട്ട് ലാൻഡിൻ്റെ അടുത്തായിട്ട്, തേക്കടി ബോട്ട് ലാൻഡിൻ്റെ അടുത്തായിട്ട് ഈ കാണുന്ന ഒരു ബിൽഡിങ്ങിലാണ് നമ്മൾ പോയി റിപ്പോർട്ട് ചെയ്യേണ്ടത്. അവിടെ പോയി പേര്, ഡീറ്റെയിൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തതിന് ശേഷം ടിക്കറ്റ് എടുക്കുന്നത് മുന്നിൽ നിന്നാണ്. അതായത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ഇവിടെ വരേണ്ടത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ചങ്ങാടത്തിൽ കയറി അക്കരെ പോകണം. അവിടെയാണ് ട്രക്കിങ് നടക്കുന്ന സ്ഥലം. പോയി വരിക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ അങ്ങിങ്ങായിട്ട് എൻ്റെ ഇരിക്കുന്ന ക്യാമറ മൊബൈൽ വഴിയാണ് ഞാൻ ഷൂട്ട് ചെയ്തത് കൂടുതലും. അതുകൊണ്ട് അങ്ങ് ദൂരെ നിൽക്കുന്ന കാട്ടുപോത്തുകളെയും മ്ലാവുകളെയും ഒരു പൊട്ട് പോലെ നമുക്കിതിൽ കാണാൻ പറ്റുള്ളൂ എന്ന് ആദ്യമേ തന്നെ പറയട്ടെ. ഞങ്ങൾ മൊത്തം 3 പേരാണ് ട്രക്കിങ്ങിനായിട്ട് പോകുന്നത്. ഗൈഡിനെ കൂടി കൂട്ടി 4 പേര്. അപ്പോൾ ഇതിൽ ഞാനും എൻ്റെ കൂടെയുള്ള സുഹൃത്തായിട്ടുള്ള പ്രിയേഷിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് അറിയാൻ തോന്നും. ഫ്രീ 20 എന്ന് പറയുന്ന ചാനലാണ് പ്രിയേഷിൻ്റെത്. കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പ്രിയേഷും ഞാനുമാണ് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് അവിടെ എത്തിയിരുന്നത്. കൂടെ ആൾ ഇല്ല എന്നുള്ളത് കൊണ്ട് കൂടെ ഒരു പുള്ളിക്കാരൻ, മനോജ് കുമാർ എന്നാണ് സാറിൻ്റെ പേര്. അദ്ദേഹം കേരളത്തിലില്ല, പുറത്തുനിന്നാണ്. സ്ഥലം ഞാൻ മറന്നുപോയി എവിടെയാണെന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരനും കൂടെയാണ് ഈ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് പങ്കെടുക്കാൻ വേണ്ടിയുള്ളത്. അങ്ങനെ നമ്മൾ പുഴ നീന്തി കടക്കുന്ന, അതായത് ചങ്ങാടത്തിലൂടെ കടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ കൂടെ ഉള്ളത് വിഷ്ണു എന്നാണ് നമ്മുടെ ഗൈഡിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ഇത് വലിച്ച്, അതായത് ചങ്ങാടം വലിച്ച് അക്കരയിലേക്ക് എത്തിയായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ശരിക്കുള്ള ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പല ഗ്രൂപ്പുകളായിട്ട് ഇവിടെ ട്രക്കിങ്ങിന് പലരും പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു ദിവസം തന്നെ, നമ്മൾ പോകുന്ന ദിവസം തന്നെ പല ഗ്രൂപ്പുകളായിട്ട് പല വഴികളിലൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോകുന്നുണ്ട്. Now last week also water level was here. It was last week very heavy rain, 3 days. It also rain predicted. From last week I was worried about whether the tree will... Actually he is a endemic and endangered species in this present parts. നമ്മൾ പോകുന്ന വഴിക്ക് ആദ്യം നമ്മൾ കണ്ടത് ഒരു നീൽഗിരി ലങ്കൂറിനെയാണ്, കരിങ്കുരങ്ങ്. അവനങ്ങനെ മുകളിലിരിക്കുകയാണ്. ഈ കാണുന്ന കായാണ് കേട്ടോ മരോട്ടിക്ക എന്ന് പറയുന്നത്. ഈ പണ്ട് കാലത്ത് ഏറ്റവും ചെറുപ്പത്തിൽ ഈ ആ കാ കത്തി കൊണ്ട് വെട്ടി പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള കായ എടുത്ത് കളഞ്ഞിട്ട് എണ്ണ ഒഴിച്ച് തിരികെ കത്തിക്കുന്ന ഒരു പരിപാടി വിളക്ക്. കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ ട്രക്കിംഗ് പ്രോഗ്രാമുകൾ വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കും അതിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലായിരിക്കും അപ്ഡേഷൻസ് വരുന്നത്, ഏതൊക്കെയാണ് പ്രോഗ്രാം, എവിടെയൊക്കെ വെച്ചാണ് നടക്കുന്നത്, എത്ര രൂപ ചിലവൊക്കെ വരും എന്നുള്ളതിന്. അപ്പോൾ അത് നോക്കിയിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ യാത്രകൾ ഒരുമിച്ച് പോകാം കേട്ടോ. ഏകദേശം 2 മണിക്കൂറാണ് ഈ പ്രോഗ്രാമിൻ്റെ ദൈർഘ്യം വരുന്നത്. പക്ഷേ നമ്മൾ ഈ കാണുന്ന ആൾക്കാർ തിരിച്ചു വരുന്നില്ലേ, അത് ഈ പ്രോഗ്രാമിന് പോയതല്ല, നേച്ചർ വാക്കിന് പോകുന്ന ആൾക്കാരല്ല, മറിച്ച് ബാംബു റാഫ്റ്റിംഗ് എന്ന് പറയുന്ന ഫുൾ ഡേ, ഹാഫ് ഡേ പ്രോഗ്രാമുകളുണ്ട്. അതും ഈ റൂട്ടിലൂടെ തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ പോയിട്ട് വരുന്ന ആൾക്കാരാണത്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ്. ഒരു മ്ലാവിൻ്റെ അസ്ഥികൂടമാണ് ആ കാണുന്നത്. പുലിയോ കടുവയോ ഏതാണ്ട് പിടിച്ചിട്ട് കഴിച്ചതിന് ശേഷം മിച്ചം വന്ന അവസ്ഥയാണ് ഈ കാണുന്നത്.
അപ്പോൾ അതൊന്നും ഇവിടെ നിന്ന് ആരും എടുത്തുകൊണ്ട് പോകില്ല. ബാക്കിയുള്ള അവശിഷ്ടങ്ങളെല്ലാം അവിടെ തന്നെ അവർ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും ആരും എടുത്തുകൊണ്ട് പോകാറില്ല. മറ്റ് മൃഗങ്ങൾക്കും ഇത് ചിലപ്പോൾ കഴിക്കാനായിട്ട്, ഇതിൻ്റെ ബാക്കി എല്ലുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മുള്ളംപന്നിയോ അങ്ങനെയുള്ള മറ്റ് മൃഗങ്ങൾക്കെല്ലാം ഇത് ഉപകാരപ്പെടും. അതുകൊണ്ട് ഇവിടെ തന്നെ അത് ഇട്ടേക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വഴി നിന്ന് കിട്ടിയ ഒരു കമ്പാണ്. ആ കമ്പിൽ പിടിച്ചിരിക്കുന്ന പായലാണ് ഈ കാണുന്നത്. ഈ പായലാണ് ഇപ്പോൾ ബിരിയാണിയിൽ ഇടുന്നു പറഞ്ഞുകൊണ്ട് കുമളി ടൗണിൽ ചാക്ക് കണക്കിന് കൊണ്ടുവച്ചിട്ടുണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇത് കാട്ടി ഇതല്ലേ സാമ്പാറിൻ്റെ അല്ലേ? ഇത് ആനയുടെ അല്ലേ? തൊടാമോ? നല്ല വെയിറ്റ് ഉണ്ടല്ലേ? ആ, നമ്മൾ ഈ കാഴ്ചകളെ കണ്ട് കുറച്ചും കൂടെ മുന്നേക്ക് പോയപ്പോഴത്തേക്കും കുറച്ച് കാട്ടുപോത്തുകൾ മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു. അവ പെട്ടെന്ന് ഓടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പേടിച്ചിട്ട് ഓടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ സ്പീഡിൽ ഭയങ്കര ഒച്ച ഉണ്ടാക്കിയിട്ടാണ് ഓടുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാട്ടുപോത്തുകൾ നിൽക്കുന്ന അപ്പർ സൈഡിലേക്ക്, നമ്മൾ പോകേണ്ട സൈഡിൽ നിന്ന് കുറച്ച് ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. നേരത്തെ ബാംബു റാഫ്റ്റിങ്ങിന് പോയ ആൾക്കാർ അവർ വരുന്ന ശബ്ദമൊക്കെ കേട്ടിട്ടാണ് ഇത്രയും പേടിച്ചത് ഓടുന്നത് കേട്ടോ. ഭയങ്കര ഒച്ച ഉണ്ടാക്കിക്കൊണ്ടൊക്കെയാണ് ഇത് ഓടുന്നത്. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് നേച്ചർ വാക്ക് എന്നാണ്. ഇന്ന് ഒരു ദിവസം 3 സ്ലോട്ട് വരുന്നുണ്ട്. ഒന്ന് രാവിലെ 7-7:30, പിന്നെ 10-10:30, 2-2:30, ഇങ്ങനെ 3 സ്ലോട്ടായി ചെയ്യുന്നുണ്ട്. ഒരു സ്ലോട്ടിൽ 4 ഗൈഡ്, ഒരാളുടെ കൂടെ 6 ടൂറിസ്റ്റ് വരെ കൊണ്ടുപോകാൻ പറ്റും നമുക്ക്. 4 സ്ലോട്ട് 7 മണിക്കാണെങ്കിൽ അടുത്തത് വരുന്നത് 7:30-ക്കാണ് 4 സ്ലോട്ട്. ഇത് പിന്നെ 2-2.5 മണിക്കൂറാണ് ടോട്ടൽ പ്രോഗ്രാം ടൈം. അതിൽ 4 to 5 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ മൊത്തം ടോട്ടൽ. നമുക്ക് ആനിമൽ സൈറ്റിങ്സ് ഉറപ്പായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ചാൻസ് അല്ല, ഇത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ നാഷണൽ പാർക്കാണെന്നും പറയാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് 2 ഡിഫറെൻറ്റ് സോണായിട്ട് തിരിച്ചിട്ടുണ്ട്. കോർ സോണായിട്ടും പിന്നെ ബഫർ സോണായിട്ടും. ഈ കോർ സോണക്ക് നമുക്ക് അലൗഡില്ല. പിന്നെ ഇവരുടെ ഈ ബഫർ സോണിൻ്റെ അകത്ത് തന്നെ ഒരു നിശ്ചിത പ്ലേസിലാണ് നമുക്ക് ഈ എക്കോ ടൂറിസം ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. പക്ഷേ മൃഗങ്ങൾ നമുക്ക് എപ്പോഴും പുറപ്പെടാൻ പറ്റില്ല. കാരണം ഇത് ഓപ്പണായിട്ട് കിടക്കുന്ന ഫോറസ്റ്റാണ്. ചില ആൾക്കാരൊക്കെ വന്ന ഉടനെ ആനയെ കാണണം, കടുവയെ കാണണം പറയും. പിന്നെ എപ്പോൾ വന്നാലും ഒരു എന്നാ പറയുക, ആനിമൽസിനെ കാണും എന്നുള്ളൊരു ഉറപ്പില്ല. കാരണം എല്ലാ ആനിമൽസ് ഈ ഫോറസ്റ്റിൽ നൊമാഡിക് ആയിട്ടുള്ളതാണ്. മെയിനായിട്ട് നമുക്കിവിടെ കടുവ, പുലി, കരിമ്പുലി, പുള്ളിപ്പുലി, ആന, കാട്ടുപോത്ത്, മാനുകൾ അല്ല, മൊത്തം നമുക്ക് 64 ഡിഫറെൻറ്റ് സ്പീഷീസായിട്ട് മാമൽസ് ഉണ്ട്. പിന്നെ 327 തരം ബേർഡ്സ് ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ ഓരോരോ സമയം സന്ദർഭങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കാണണമെങ്കിൽ. പിന്നെ ഈ 925 സ്ക്വയർ കിലോമീറ്ററിൽ നമുക്ക് 26 സ്ക്വയർ കിലോമീറ്ററും ഈ ലേക്ക് പോകുന്നുണ്ട്. ഇതിൻ്റെ ബാലൻസാണ് ഫോറസ്റ്റ്. ഈ കാണുന്നത് കുന്തിരിക്കമാണ്. അവിടെ ഉള്ളൊരു കുന്തിരിക്ക മരത്തിൽ നിൻ്റെ കറ എടുത്തിട്ട് അപ്പോഴേ നമുക്ക് കത്തിച്ച് കാണിച്ചു തരുന്നതാണ്. അവിടെ ഇതുപോലൊരു ഇലയിൽ എടുത്ത് വച്ചിട്ടുണ്ട്, കുന്തിരിക്ക എടുത്ത് വച്ചിട്ടുണ്ട്, ഈ മരത്തിൽ തന്നെ എടുത്ത് വച്ചിട്ടുണ്ട്. ഇതുപോലെ വരുന്ന ഗസ്റ്റുകൾക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇതുപോലെ എടുത്ത് വച്ചിട്ട് ഇതുപോലെ കത്തിച്ച് കാണിച്ചു കൊടുക്കും. തിരിച്ച് അതുപോലെ തന്നെ അവരോട് വച്ചിട്ട് പോകും. അടുത്ത ബാച്ച് വരുമ്പോൾ അടുത്ത ഗൈഡ് ഇവിടെ നിന്ന് എടുത്ത് കത്തിച്ച് കാണിച്ചു കൊടുക്കും. അപ്പോൾ അതാണ്ട് ഈ കാണുന്ന കറയാണ് കുന്തിരിക്കമായിട്ട് വരുന്നത് കേട്ടോ. ഈ മരത്തിൻ്റെ കറയാണ്. സീസൺ നമുക്ക് വരുന്നത് സെപ്റ്റംബർ തുടങ്ങുകയാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇങ്ങനെ ജനുവരി.
അത് സീസൺ ടൈം നമുക്ക് പറയുന്നത്. ഇത് സമ്മറിലാണ് ആനിമൽ സൈറ്റിങ്സ് വളരെ കൂടുതലായിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത്. സാറിൻ്റെ പേര്? എൻ്റെ പേര് വിഷ്ണു. ഇവിടെ ഈ സ്ഥലം ഇവിടെ തേക്കടി തന്നെയാണ്. ഈ നാച്ചുറൽ വാക്കിംഗ് പ്രോഗ്രാമിലാണ് ഉണ്ടാവാറുള്ളത്? ഞങ്ങളുടെ ഒരു EDC, അത് എക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി, അത് ട്രൈബൽ ട്രാക്കേഴ്സ് എക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയാണ് ഞങ്ങളുടെ പ്രോഗ്രാം ചെയ്യുന്നത്. നേച്ചർ വാക്കും പിന്നെ ബാംബ് റാഫ്റ്റിംഗ് ഫുൾ ഡേ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയതായിട്ട് ഇപ്പോൾ അനക്സ് എടപ്പാളയം വാച്ച് ടവറും ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ 500-ൽ കൂടുതൽ ആനകളുണ്ട് ഈ കാട്ടിൽ. പിന്നെ 30 to 35 കടുവ. അത് ലാസ്റ്റ് സെൻസസാണ്. കടുവ അടുത്ത് കണ്ടായിരുന്നോ? അടുത്ത് കഴിഞ്ഞ മാസം ബാംബ് റാഫ്റ്റിങ്ങിന് ഫുൾ ഡേ ബാംബ് റാഫ്റ്റിങ്ങിന് പോയിട്ട് വന്നവർ കടുവയെ കണ്ടായിരുന്നു. അത് വൈകിട്ട് ഒരു 4-4:30 ആ സമയത്ത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കടുവയെ കണ്ട് 2 ദിവസം പോലും ആയില്ല. അതിന് മുന്നേ അവിടെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു ഹണ്ട് അവിടെ ഉണ്ടായിരുന്നു. കടുവ കാട്ടുപോത്തിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അതൊരു ഒരാഴ്ചത്തോളം അവിടെ ഉണ്ടായിരുന്നു. ആനിമൽ അറ്റാക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഏതെങ്കിലും മൃഗങ്ങളുടെ ചാർജിങ് ഫേസ് ചെയ്യുന്നുണ്ടോ? ഞാനോ? എൻ്റെ അറിവിൽ ഒറ്റ ഒരു പ്രാവശ്യം ഓടിയിട്ടുള്ളൂ. ഞാൻ എന്തായിരുന്നു? ഒരു പ്രാവശ്യം ഓടേണ്ടി വന്നു. കാരണം ഇതൊരു കാട്ടിനകത്ത് നിന്ന് ഇറങ്ങി വന്ന ഒരു ആനയാണ്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല, ഇത് ഒറ്റ ആനയായിരുന്നത്. ഒരു കാല് ഓടാൻ മേലാത്ത ആനയാണ്. ജസ്റ്റ് ഞാൻ കാട്ടിന് ഒരു സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ കയറിപ്പോൾ നോക്കാൻ വേണ്ടി പോയതാണ്. പോയപ്പോൾ ഈ ആന പെട്ടെന്ന് അടുത്ത് വന്ന് പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യുകയായിരുന്നു. കൂടെ രണ്ട് ഫോറിനുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഓടി മാറിയിട്ട് ചാർജ് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ നിന്ന് ഓടി മാറിയിട്ട് പിന്നെ ഞങ്ങളൊരു തോട് ചാടി കടന്നപ്പോഴത്തേക്ക് ആന പിന്നെ എൻ്റെ പുറകെ വരാൻ തുടങ്ങി. മണം പിടിച്ച് പുറകെ വരാൻ തുടങ്ങി. എന്നിട്ട് ഇതുപോലെ ട്രക്ക് പാത്തിൽ നിന്നാണ് ആന നടന്നു വരുന്നത് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ വേറെ വഴിക്ക് പോയി. ആന ജസ്റ്റ് എൻ്റെ ഫ്രണ്ട് ഒന്നുകൂടി ഓടി വന്നിട്ട് ജസ്റ്റ് എന്നെ പേടിപ്പിച്ചു. ഈ വഴിക്ക് തന്നെ പോയി. ഞങ്ങൾ ഈ വഴിക്ക് പോയി. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ശരിക്കും പേടിച്ചു? പിന്നെ പേടിക്കത്തില്ല, ആനയല്ലേ, പേടിക്കാതിരിക്കുമോ? ഇപ്പം എത്ര വർഷമായി ഇവിടെ? ഞാനിപ്പോൾ 10 വർഷമായിട്ടുണ്ട്. 10 വർഷമായി. അപ്പോൾ ഒരു ഇതെല്ലാം ഹാർട്ടായി? എല്ലാം അങ്ങനെ എല്ലാം ഒന്നുമില്ല, ഏകദേശം കുറച്ച് ഏരിയയൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ 2 ട്രൈബൽസ് ഉണ്ടല്ലോ? 2 അല്ല, ഇവിടെ 3 ഉണ്ട്. 3 ഉണ്ട്. ഏതാ? അല്ല, വീട്ടാറിലല്ല, തേക്കടിയിൽ 3 ഉണ്ട്. 3 ട്രൈബ്സ് ഉണ്ട്. ഒന്ന് മന്നാൻ, പളിയൻ, ഊരാളി. അതിൽ ഞാനും ഒരു ട്രൈബ്സിൽ ഉൾപ്പെട്ടതാണ്. ഞാൻ മന്നാൻ എന്ന് പറഞ്ഞൊരു ട്രൈബ്സിൽ ഉൾപ്പെട്ടതാണ്. ഞങ്ങൾക്കിവിടെ വെളിയിൽ വില്ലേജൊക്കെ ഉണ്ട്. പിന്നെ പളിയ, ഊരാളി, അവരും ഈ കാടിനോട് ചേർന്ന് കിടക്കുന്ന അവർക്കൊരു വില്ലേജ് ഉണ്ട് ഇവിടെ. പിന്നെ ഈ മെയിനായിട്ട് ഈ ഊരാളീസിനെ കാണണമെങ്കിൽ നമ്മൾ ഈ വള്ളക്കടവ്, മറ്റേ കുടില് കെട്ടി താമസിക്കുന്ന അതാണ്. കെട്ടി എല്ലാവർക്കും ഇവിടെ ആയിട്ടുണ്ട്. അവരാണ് വള്ളക്കടവ് വഞ്ചിവയൽ സ്ഥലത്തിൻ്റെ പേര്. പിന്നെ മൊത്തത്തിൽ ഇവിടെ 6 ടൈപ്പിലുള്ളതുണ്ട് മൊത്തം ട്രൈബ്സ് എന്ന് പറയുന്നത്. ഉൾവനത്തിലുള്ള ഏതെങ്കിലും ഉണ്ടോ? ഇപ്പൊ മലമണ്ണാരം എന്ന് പറഞ്ഞ ട്രൈബ്സ് ഉൾവനത്തിൽ അവരില്ല. പക്ഷെ അവരാ ഗവി പോകുന്ന വഴിക്ക് നിൽക്കുന്ന അതാണ് മലമണ്ണാരം വിഭാഗത്തിൽ. അവരാണ് ഈ നൊമാഡിക് ആയിട്ടുള്ള ആൾക്കാർ, സ്ഥിരതാമസം ഇല്ലാത്ത ആൾക്കാർ. അവർക്ക് വേട്ടയാടാനുള്ളതുണ്ടോ? അതോ? വേട്ടയാടത്തില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കാട്ടിൽ ചെന്ന് വിറകെടുക്കുക, തേനെടുക്കുക, പിന്നെ ലേക്കിൽ മീൻ പിടിക്കുക, അതൊക്കെ തന്നെ ഉള്ളൂ അവരെയും. കുന്തിരിക്കും അങ്ങനെയൊക്കെ ഉള്ളത് അല്ലേ? അതായത് ഇത് വനവിഭവങ്ങൾ ശേഖരിച്ച് അത് EDC തന്നെ കൊടുത്ത് ഇതാക്കാനുള്ളൂ അല്ലേ? ഇവിടെ ഫിഷറീസ് ഉണ്ട്, പിന്നെ ഹണി EDC ഉണ്ട്. പിന്നെ ഇപ്പോൾ സ്ഥിരം തുടങ്ങിയിട്ടുണ്ട് ഇഞ്ചി, മഞ്ഞൾ ഇങ്ങനെയൊക്കെ കളക്ട് ചെയ്ത് വെളിയിൽ കൊണ്ട് കൊടുക്കാറുണ്ട്. കാട്ടിഞ്ചി, കാട്ടുമഞ്ഞൾ ഇങ്ങനെ. അത് മാത്രമല്ല ഇപ്പോൾ ഞങ്ങളുടെ വില്ലേജിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഇത് പിന്നെ കൃഷി.
പ്രകൃതിയെ അറിഞ്ഞ് പ്രകൃതിയിലൂടെ ഈ നടത്തം ഒരു വല്ലാത്ത രസമാണ്. അത് ആസ്വദിക്കാനുള്ളത് തന്നെയാണ്, നേരിട്ട് തന്നെ ആസ്വദിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലെങ്കിലും ഈ വഴികളിലൂടെ ഇതുപോലെ പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ ഒരു നേച്ചർ വാക്കോ അല്ലെങ്കിൽ ഒരു ഗ്രീൻ വാക്കോ ഒക്കെ എടുത്ത് ഒന്ന് വന്ന് നോക്കണം. ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരിക്കും. ഈ പ്രോഗ്രാമിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 4 പേർക്ക് 1600 രൂപയാണ്. നമ്മൾ 3 പേരുണ്ടായിട്ടും നമ്മൾ 1600 രൂപ കൊടുക്കേണ്ടി വരും. ട്രക്കിങ്ങിൻ്റെ മാത്രം ചാർജാണ് ഈ 400 രൂപ എന്ന് പറയുന്നത് 4 പേർക്ക്. മറിച്ച് ട്രക്കിങ് കൂടാതെ, അതായത് നേച്ചർ വാക്ക് നടക്കുന്നത് ബോട്ട്ലാൻഡ് വഴി ആയതുകൊണ്ട് നേരെ ബസ്സിൽ വേണം നമുക്ക് വരാനായിട്ട്. അതുമല്ല, പെരിയാർ ടൈഗറിൻ്റെ ഉള്ളിൽ, അതായത് തേക്കടിയുടെ ബോട്ട്ലാൻഡിലേക്ക് വരാനായിട്ട് പ്രവേശന ടിക്കറ്റും കൂടെ ഉണ്ട്. 45 രൂപയുടെ പ്രവേശന ടിക്കറ്റും ഉണ്ട്. അതും എടുത്തേക്കണം. രണ്ടും കൂടെ ഏകദേശം 90 രൂപയാണ് നമുക്കാകുന്നത് കേട്ടോ. It is a dream tour. Though Fura not that much visible, but the experience is good. I like this. Okay.